വയസ്സ് കഴിഞ്ഞോ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒരു പെൻഷനുമില്ലെങ്കിൽ അവർക്ക് കയ്യിൽ 1,400 രൂപ മാസാമാസം കിട്ടും എന്നുള്ളത് ഉറപ്പാക്കിയ ഗവൺമെന്റ് അതിന് തന്നെ 10,000, 50,000 കോടി വേണം. 1000 കോടിയല്ല, 10,000 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ 1000 കോടി, 10,000 എന്ന് പറഞ്ഞാൽ 10,000 കോടി. ഇവിടെ ഞാൻ പറയുന്നത് 10,000 കോടി എന്ന് പറഞ്ഞാൽ 1000 കോടിയല്ല, 10,000 കോടിയോളം രൂപ ഈ കേരളത്തിൽ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണം. പക്ഷെ ഗവൺമെന്റ് എന്താ പറയുന്നത്? അത് അവിടെ നിൽക്കൂല. 1,600 ഒരു ഗവൺമെന്റ് 400 1,600 ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് 2,500 വരെ പോകും. കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ഈ പ്രതിസന്ധി വന്നില്ലായിരുന്നെങ്കിൽ ഇതിന് മുൻപേ കേരളത്തിലെ വീട്ടമ്മമാരായ ഒരു വരുമാനമില്ലാത്തവർക്ക് ഒരു അലവൻസ് കിട്ടാനുള്ള പദ്ധതി ഗവൺമെന്റ് നടപ്പാക്കിയത്. ഈ പ്രതിസന്ധി വന്നില്ലായിരുന്നെങ്കിൽ പ്രതിസന്ധി വന്നാലും ഈ പ്രതിസന്ധി എന്ത് തന്നെയായാലും പറഞ്ഞത് നടപ്പിലാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഗവൺമെന്റിന്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉത്തരവാദിത്തമായിട്ട് കാണുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലെ സർക്കാരിനെ എല്ലാ വിധത്തിലും തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു കേന്ദ്ര സർക്കാർ ഫെഡറലിസത്തെ തകർക്കുകയാണ്, ജനാധിപത്യത്തെ തകർക്കുകയാണ്. ഒപ്പം അവരുടെ ജീവാത്മാവ് പരമാത്മാവായി നിൽക്കുന്ന ഒന്നുണ്ടല്ലോ പ്രത്യയശാസ്ത്രം, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം. അത് നടപ്പിലാക്കാൻ കേരളത്തിൽ സാധിക്കുന്നില്ല. എന്നിട്ടും ഒരു BJP MP ഇവിടെ ജയിച്ചു പോയി മന്ത്രിയെ. എന്ത് ഗുണം? എന്തായാലും ഗുണം? അവർ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഈ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റുകയാണ്. ഒരു നവകേരളമാക്കി മാറ്റുന്നതിന് കഴിയത്തക്ക വിധത്തിൽ കേരളത്തെ വികസന രംഗത്ത്, ക്ഷേമത്തിന്റെ രംഗത്ത്, അതുപോലെ ഒട്ടനവധി പുതിയ പദ്ധതികൾ ഇതെല്ലാം കേരളത്തിൽ നടപ്പിലാക്കണം. അതിനുവേണ്ടി എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമോ അതെല്ലാം കൊണ്ടുവരണം. അതിന് മാർഗങ്ങൾ, സാമ്പത്തികമായ മാർഗങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉന്നയിച്ച ഒരു ഡിമാൻഡ് ചിലപ്പോൾ നമ്മൾ ഏറ്റവും ശക്തമായി നടത്താൻ പാർലമെന്റ് വരെ പോകേണ്ടി വരും. വയനാട് ദുരന്തത്തെ ഇന്ത്യ കണ്ടതിൽ വെച്ച്, ലോകം കണ്ടതിൽ വെച്ച് വലിയ ദുരന്തങ്ങളിൽ ഒന്നായി കാണുന്ന ഈ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക. അതുവഴി ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവരുടെയും സഹായം തേടാനുള്ള അവസരം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക. കേന്ദ്ര സർക്കാർ തരേണ്ടുന്ന പണം ഞങ്ങൾ അനുവദിക്കുക. എന്നിട്ട് പുനരധിവാസം എത്രയും വേഗത്തിൽ ത്വരിതപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക എന്ന മുദ്രാവാക്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ സമരത്തിന്റെ ആധാരം. അത് നമ്മൾ കൂടുതൽ ശക്തമായിട്ട് വിജയിക്കും. ഈ സമരം ഇന്ന് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലത്തെ നിവേദനം കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ പ്രവർത്തനം അവസാനിപ്പിച്ച് ആത്മാർത്ഥമായി കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലും അതുപോലെ രാജ്യസഭയിലും വിട്ടാസും ശിവദാസനും റഹീമും എല്ലാവരും നമ്മുടെ സന്തോഷം ഉൾപ്പെടെയുള്ള രാജ്യസഭാ മെമ്പർമാരും ഉണ്ട്. അതുപോലെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള രാജ്യസഭാ മെമ്പർമാരുണ്ട്, നേതാക്കളുണ്ട്. തീർച്ചയായിട്ടും പാർലമെന്റിനകത്തും പുറത്തും യോജിച്ച ഒരു സമരത്തിന് കോൺഗ്രസ്സുകാർ തയ്യാറുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ വികലമായ കേരളത്തെ സാമ്പത്തികമായി കൊല്ലാൻ ശ്രമിക്കുന്ന, സാമ്പത്തികമായി ഞെരുക്കി കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന, പട്ടിണിയിടാൻ ശ്രമിക്കുന്ന ഇവരുടെ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കാൻ വല്ല ആത്മാർത്ഥതയുടെ കളിയെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം. യോജിച്ച പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമായി നടത്താൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ അതിനുണ്ടോ? ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ഇടതുപക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യം കേന്ദ്രത്തിലിരിക്കുന്ന BJPക്കുള്ള പോലെ കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന വൈതാളികന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഒന്നിക്കും. കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നിക്കും. രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി, മറ്റെല്ലാ തീവ്രവാദ വർഗീയ ചിന്തകൾക്ക് അതീതമായി യോജിച്ച് കേരളീയർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി കേരളത്തെ സംരക്ഷിക്കുക, കേരളത്തിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക. കേരളത്തിൽ പ്രത്യേകിച്ച് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ആനുകൂല്യം കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറാതിരിക്കുക എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായുള്ള സമരമാർഗങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചിട്ടുള്ളത്.